തട്ടി നിരപ്പാക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോയത്. നമ്മൾ ഏത് ഭരണ സ്വീകരിക്കേണ്ടത്? നമ്മൾ ഏത് വിഷയം സ്വീകരിക്കേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഈ ഖബറിനെ പറ്റി നമ്മളെ നാട്ടിലെ സമസ്തക്കാരായ ആലിമീങ്ങളെ വർത്താനം എന്താ നിങ്ങള്? ഇത് കൂട്ടരെ നിങ്ങൾ പറയുന്ന ഖബറൊന്നല്ല, ഈ തട്ടാന്ന് പറഞ്ഞ ഖബർ സാധാരണക്കാരന്റെ ഖബറാ, അല്ലാത്ത തട്ടാൻ നിരപ്പാക്കാറൊന്നും പാടില്ല. ഈ ഹദീസ് വിശദീകരിച്ചപ്പോ മുസന്നഫ് അബ്ദുർ റസാഖില് 6487 നമ്പർ ഹദീസ് സ്വഹീഹ കൊടുക്കണമെന്നറിയോ? യഅനി ഖുബൂറൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ ഖബർ. സാധാരണക്കാരൻ്റെ സാധാരണക്കാരനല്ല, മുസ്ലിമാണോ ഓന്റെ ഒന്നും ഖബർ നിരപ്പാക്കാതെ വിടരുത്. പക്ഷെ നമ്മുടെ നാട്ടില് അങ്ങനത്തെ ഒരു സമ്പ്രദായം മുട്ടിന് പൊന്തുക. ഞാനത് പറഞ്ഞു വന്നത് നേരത്തെ പറഞ്ഞ താജുലൗലിയല്ലേ, സുൽത്താനുലൗലിയ ഗ്രൂപ്പ് തർക്കം മൂലപ്പ ആകെ ഒതുങ്ങിക്കണ മൂപ്പര്. ആ മൂപ്പര ഗ്രൂപ്പില് ഉള്ളൊരു തർക്കപ്പ തന്നെ കുറെ പ്രശ്നത്തിനിടയിൽ ഒരു പ്രശ്നപ്പത. ഏത് നാട്ടിൽ കൂടി കാന്തോരം പോയാ, ഈ പരിസരത്ത് കൂടി പോയാ അപ്പൊരു ജാറോടെ പൊന്തും. ഇതിന്റെ വക പറഞ്ഞല്ല, മൂപ്പര് കൊല്ലം ജില്ലയിൽ കൂടി പോയപ്പോഴാണ് ഒരു കുപ്പുസ്വാമി എന്ന് പറഞ്ഞ ആള് റോട്ടിൽ ഇങ്ങനെ മരിച്ചെടുക്കണുണ്ട്. മൂപ്പര് നേരെ കുയിക്കടായമുട്ടെ പറഞ്ഞു ഒറ്റ തട്ട അല്ലാഹു അക്ബർ അൽ ഫാത്തിഹ. പിറ്റേന്നത് താജുലൗലിയ. ഞാൻ അന്ന് പറഞ്ഞു പ്രസംഗിച്ചപ്പോ പറഞ്ഞു, അന്ന് സമൂഹത്തോട് പറഞ്ഞു, നമ്മളൊക്കെ നാട്ടിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സാധുക്കൾ അനാഥ മക്കൾ മരിച്ചെടുക്കണ്ടേ വേഗം പഞ്ചായത്തിൽ പറഞ്ഞോളി, അല്ലെങ്കിൽ ഇപ്പൊ പൊന്നു ജാറോ. കാരണം മൂപ്പര് ഇറങ്ങിയിട്ടുണ്ട്, മൂപ്പരപ്പ ഇറങ്ങും ചെയ്തു. ഏതാണ് ഇറങ്ങിയത്? ഇപ്പൊ അടുത്ത് മൂപ്പര് ഇറങ്ങി. മനുഷ്യ മൈത്രി സമയം മാനവ ജാഥ. ആ മാനവജാഥ പോയിടത്തൊക്കെ മൂപ്പര് നോക്കിക്കണേ എവിടെ പൊന്തിച്ചാൻ പറ്റിയത്, എവിടെ പൊന്താൻ പറ്റിയതൊക്കെ അവിടെയൊക്കെ മൂപ്പര് പൊന്തിക്കും, ഉറപ്പാ. കാരണം അത് ആരാന്നറിയങ്ങള്, ഇത്രയും നല്ല ബിസിനസ് മാഗ്നറ്റ് ലോകത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ആലോചിച്ചൊക്കെ മുടിയും പൊടിയും അവസാനം ഇപ്പൊ തിരു കാഷ്ടം ചോദിച്ചു വരാൻ തുടങ്ങിയിരിക്കണം. വേണ്ടാത്തതിനൊക്കെ പോൽക്ക് ഇൻട്രസ്റ്റ്. പൊടി തിരുമുടിയുണ്ട്, തിരുപ്പൊടിയുണ്ട്, രണ്ടും കൂടിയാ. ഇപ്പൊ എത്ര കാലം മുടി മുക്കിയ വെള്ളമായിരുന്നു, ഇനിയിപ്പൊ പൊടി കലക്കിയത് കൂടി ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ കുടിക്കും വേണം കേട്ടോ. കാരണം എന്ത് പറഞ്ഞാലും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ തക്ബീറിലുള്ള ഖൗമ ഇവിടെ ഉള്ളിടത്തോളം കാലം സുഖം, സുന്ദരം, സ്വസ്ഥം. പക്ഷെ മുജാഹിദുകളൊക്കെ ഒക്കെ ജീവനുള്ളിടത്ത കാലം നടക്കൂല എന്നാ പറയാം. അതുകൊണ്ട് ഈ കാര്യം എന്തിനാ ഈ ഖബർ പൊക്കണെന്തിനാ? ഖബർ പൊക്കണെന്തിനാ? വ്യവസായത്തിന്. ഏത് വ്യവസായം? ബിസിനസ് നടത്താം, പൈസ ഉണ്ടാക്കാൻ. ഏത്? ഈ ഔലിയ പാപ്പാനെ വെച്ചിട്ടോ? അതെ. മരിച്ചുപോയത് ഒറിജിനൽ ആണെങ്കിലും മൂപ്പര് വെച്ച് ബിസിനസ്സോ? അതെ. പക്ഷെ അങ്ങനെ ബിസിനസ് നടത്തുമ്പോ ആൾക്കാരെന്ന പൊട്ടന്മാരാ? അതെ, ഒരു പൊട്ടന്മാരനാണ്. എന്താ നിങ്ങൾ ഈ പറയണേ? ഈ വലിയ മജ്‌ലിസിൽ, ഇൽമിന്റെ മജ്‌ലിസിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാ, നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളി. എന്തിന്റെ പേരിലാ ഖബറ് പൊട്ടിപ്പൊക്കണേ? എന്തിനു വേണ്ടിയാ? ആളുകൾ അങ്ങോട്ട് വരാൻ വേണ്ടി. എന്തിനാ ആളുകളാണ് വരുന്നത്? അവരുടെ ഉദ്ദിഷ്ടങ്ങളും ആഗ്രഹങ്ങളും സഫലീകരിക്കപ്പെടാൻ വേണ്ടി. അങ്ങനെ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ എന്തിടും? പൈസ ഇട്ട് അവിടെ എന്തും അതൊരു വ്യവസായമായി മാറും. നിങ്ങൾ കേട്ടിക്കണ പണ്ടൊരു കഥ, അല്ലെങ്കിൽ ഇതാ പഠിച്ചോളൊരു കഥ. യമനിലാണ്, എന്റെ ഓർമ്മ ശരിയാണ്, മരുഭൂമിയാ. അങ്ങനെ ഒരു വാപ്പ എന്ത് ചെയ്തു, തന്റെ മോനെ നല്ലൊരു മൗലവി ആക്കണം എന്ന് കരുതി മൂപ്പര് കൊണ്ടാക്കി കുറെ അപ്പുറത്തുള്ള ഒരു ജാറത്തങ്ങളുടെ ഷെയ്ഖിന്റെ അടുത്ത്, വലിയ അറിയപ്പെടുന്ന ഒരു ജാറം. അവിടെ ഇങ്ങനെ ചെന്നോക്കുമ്പോ പെരുന്തിരക്കാ, ഉള്ളിക്ക് കാണാൻ പറ്റുന്നില്ല. 2 ദിവസം അവിടെ നിന്നും അതിഥിയായിട്ട്. ഭക്ഷണം അവിടെ ഒക്കെ ഉണ്ടാവുമല്ലോ, ഭക്ഷണമൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം വന്നു, ഉസ്താദേ നിങ്ങൾ എന്റെ കുട്ടിനെയും കൂടി ഒന്ന് അവിടെ അങ്ങയുടെ മുരീദാക്കണമെന്ന് പറഞ്ഞു. മുരീദാക്കി മൂപ്പര് പോയി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. ഇവനെ വല്ലാതെ ശ്രദ്ധിക്കണമെന്നില്ല. ഓനിങ്ങനെ ഒന്ന് വീട്ടിൽ പോകണം. അങ്ങനെ ഉണ്ടല്ലോ, ആഴ്ചക്ക് ഒന്ന് പൊരയിൽ പോയി വരണം തോന്നൂലോ. കുട്ടി പറഞ്ഞു, ഞാൻ ഉസ്താദ് എന്റെ പൊരയിലൊന്ന് പോയിക്കോട്ടെ. ആയിക്കോട്ടെ മോനതാ, ആ പുറത്തിട്ട ആ കെട്ടിട്ട കഴുതയിൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് പോയിക്കോറി. അങ്ങനെ മൂപ്പര് കഴുതിയും ആവശ്യമുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. മരുഭൂമി താണ്ടണോ? പോണ വഴി കുറച്ചെത്തിയപ്പോ വെള്ളം തീർന്നു, ഭക്ഷണം തീർന്നു, ആകെ പരവശായി, മണൽക്കാറ്റുമാണ്. അങ്ങനെ അവസാനം അവിടെ വീണു. മൂപ്പര് ബോധം കെട്ട് കഴുത ചാവും ചെയ്തു. കുറച്ച് കഴിഞ്ഞ് ഓർമ്മയൊക്കെ ഓർമ്മ വന്നപ്പോ കഴുത ചത്തക്കിട്ട വിറങ്ങലിക്കാൻ തുടങ്ങി. മൂപ്പര് എന്ത് ചെയ്തു, ഉള്ള ആരോഗ്യം വെച്ച് കൈകൊണ്ട് മാന്തി അവിടെ ഒരു മൺകൂനാക്കി ഇട്ടു. അങ്ങനെ മൂപ്പര് അവിടെ ഇങ്ങനെ കിടക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ. അപ്പൊ ഇതിന്റെ ബോർഡർ മരുഭൂമിയിൽ എവിടെയുള്ളതൊന്നും അറിയില്ലോ. അപ്പൊ കുറച്ചപ്പുറത്തൊക്കെ ജനവാസം ഉണ്ട്, അറിയില്ല നമുക്ക്. അങ്ങനെ അവിടുന്ന് വിറക് കൊള്ളിയും മറ്റൊക്കെ ശേഖരിക്കാൻ വേണ്ടി, ഈ കാട്ടുതേനൊക്കെ ശേഖരിക്കാൻ വേണ്ടി കുറെ സ്ത്രീകൾ ഇങ്ങനെ വന്നു. സ്ത്രീകൾ ഇങ്ങനെ വന്നപ്പോണ്ട് ഒരു കൂനി അതിന്റെ അടുത്തൊരു കുട്ടി ഇങ്ങനെ കിടക്കണ കണ്ടു. അടുത്ത് വന്ന് നോക്കുമ്പോ അത്യാവശ്യം നീളുണ്ട് കൂനക്ക്.
കുട്ടിയോടെ അടുത്ത് കിടക്കുന്നുണ്ട്. അതിനെ പതുക്കെ വിളിച്ചുണർത്തി അതിന് ഭക്ഷണം വെള്ളമൊക്കെ കൊടുത്ത് ഓന് കണ്ടപ്പോ തന്നെ കൂനണ്ടപ്പോ തന്നെ പറഞ്ഞു, പഠിച്ചോനെ ഏതോ കാര്യപ്പെട്ട ആൾ തന്നെയാണ്. പിന്നെ നിങ്ങളറിയില്ലോ, മാസം കഴിഞ്ഞ് കൊല്ലായി ആ കൂനയുടെ സ്ഥാനത്ത് വലിയൊരു ജാറം പൊന്തി. വലിയൊരു ജാറം. അങ്ങനെ ജാറം പൊന്തി കുറെ കാലം കഴിഞ്ഞപ്പോ നമ്മളെ നേരത്തെ പറഞ്ഞ ശൈഖുനുണ്ടല്ലോ, മൂപ്പര ജാറത്തിന് ഡിമാൻഡ് കുറഞ്ഞു. ആളുകളൊക്കെ പുതിയ ജാറത്തേക്ക് വരാൻ തുടങ്ങി. മരുഭൂമി താണ്ടി വഴികളും ഒക്കെ ഏർപ്പാടാക്കി ഉഷാറായി. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ. എനിക്ക് പണ്ട് ഒരു ഈ ചാവക്കാട് പ്രദേശത്തെ എടക്കഴീർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയി. എടക്കഴീർ 3 ജാറുണ്ട്. എടക്കഴീർ 3 ജാർ, ഒരു ബീവി, ഒരു ബാവ, പിന്നെ ഒരു കൊയ്ത്തങ്ങൾ. ഈ കൊയ്ത്തങ്ങൾ ഒരാളെ ഞാൻ ഹയാത്ത് കണ്ടതാ. മൂപ്പരെ കിസ്സ എന്താ വെച്ചാൽ ചുട്ട കോയിനെ മൂപ്പര് പറപ്പിച്ചു കൊടുന്ന. ആരും കണ്ടവരൊന്നുമില്ല, കൗല് മാത്രമേ ഉള്ളൂ, കീല. ഇപ്പൊ 3 ജാറാ. അതിൽ ഈ 2 ജാറുള്ള സമയത്ത് അന്ന് ഞാൻ അവിടെ ദർസ് പിടിക്കാം. അപ്പൊ ഞാൻ ചെന്ന് ഈ ജാറത്തിൽ ഒന്നില് പോയ, നമ്മുടെ വിശ്വാസം അനുസരിച്ച് ജാറത്ത് പോകാൻ എന്തിനാ അത് ഞാൻ പറഞ്ഞുതരാം. ഞാനപ്പോ എന്തിനാ പോയിന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെ എന്നപ്പോ പറഞ്ഞു, അവിടെ കറാമത്തിൽ എങ്ങോട്ട് പോരി, ഇവിടെ കറാമത്ത് വിളിക്കാണ്. ഞാൻ ബീവിന്റെ അടുത്തേക്ക് വന്നു. അപ്പൊ ബാവന്റെ അടുത്തുള്ള ആൾ പറയും, ഇങ്ങോട്ട് പോരി, അത് പെണ്ണായിരുന്നു കറാമത്തിൽ. ഇങ്ങോട്ട് പോയി എന്റെ ചെവിയോണ്ട് പച്ചക്ക് കേട്ടത്. കറാമത്ത് കച്ചവടോ, ബിസിനസ്സാ, വ്യവസായ. അങ്ങനെ വളർന്നു. കുറെ കാലം കഴിഞ്ഞപ്പോ മറ്റാളെ ബിസിനസ് പറഞ്ഞപ്പോ ഇങ്ങനെ അന്വേഷിച്ച് വന്നു നോക്കുമ്പോണ്ട് നമ്മളെ ശിഷ്യ ഇങ്ങനെ നിൽക്കണം. പഠിച്ചോനെ, നമ്മുടെ ശിഷ്യനാണത്. അതിൽ ഉസ്താനാണ് കണ്ടത്. ഉസ്താദേ എന്ന് പറഞ്ഞ കാലുമ വന്നു വീണു. നിങ്ങൾ പൊരുത്തപ്പെടണം, നിങ്ങൾ പൊരുത്തപ്പെടുന്നുണ്ടായത്. എന്താണത് ഇങ്ങനെ, ഇത് ആരാന്നൊക്കെ ചോദിച്ചു. ഒന്നുമില്ല, നിങ്ങൾ അന്ന് തന്ന കഴുതല്ലേ, അതെങ്ങനെയാണ്. ആരോടും മുണ്ടണ്ട, ഇതിന്റെ അമ്മയാണ് അവിടെ കിടക്കുന്നത്. ഈ ആരോടും മുണ്ടണ്ട, ഇതിന്റെ അമ്മയാണ് അവിടെ ഉള്ളത്. കൂട്ടരൊക്കെ നമ്മളെ കേരളത്തിൽ എത്ര മക്ബറകളില് മനുഷ്യനാണോ മൃഗാന്നറിയാ കിടക്കുന്നുണ്ടാവും. ഇവിടെ ഒടമല എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്, കേറിനോടത്തൊരു റോഡ് സൈഡിൽ ഒരു പച്ച. ഇപ്പൊ 2500-3000 വരുമാനോ നിങ്ങളറിയോ? വെറും വ്യവസായം. ആ വ്യവസായത്തിലേക്ക് മനുഷ്യ മക്കളെ എത്തിക്കാൻ പൂർവികർക്കൊന്നും പരിചയമില്ലാത്തൊരു പുതിയ സമ്പ്രദായം. അതിനിവർ ടെക്നിക്ക് നടത്തിയ എന്താ നിങ്ങള്, ഖബർ സിയാറത്ത് എന്നുള്ള പേരില്ല, സുന്നത്തായ ഖബർ സിയാറത്തിനെ കൂട്ടുപിടിച്ചിട്ട് സ്വഹാബികൾക്ക് അറിയാത്തൊരു പുതിയ ശിർക്കിലേക്കുള്ള വസീലയും ഒരു വിദഅത്തൊക്കെ വരാനുണ്ടാക്കി. ചിലപ്പോ പച്ച ശിർക്കനായി പോണ പരിപാടിയുണ്ട്, നേർക്ക് നിരസ്തിവാസം. നോക്കണ നിങ്ങള്, അള്ളാഹുവിന്റെ തിരുദൂതര് പഠിപ്പിച്ചു പോയത് സ്വഹാബത്തിനറിയാം. അള്ളാഹിന്റെ തിരുദൂതര് ഖബർ സിയാറത്ത് എന്തിനാണ് നിശ്ചയിച്ചു പോയത്? സ്വഹാബികൾക്ക് അവര് അള്ളാഹിന്റെ റസൂൽ ആദ്യം അത് നിരോധിച്ചു. പിന്നീട് റസൂല് ഖബർ സിയാറത്ത് അംഗീകരിച്ചു. എന്തിനാണെന്നറിയോ? ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്. അത് നിങ്ങളെ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കും. മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് ഖബർ സിയാറത്ത്. പുത്തമ്പള്ളിയിൽ പോയ എന്താ ഉണ്ടാവുക? ആഗ്രഹ സഫലീകരണം, പേപ്പട്ടി വിഷ നിവാരണം, സർപ്പ വിഷ നിവാരണം, ഉദ്ദിഷ്ട കാര്യങ്ങളുടെ സഫലീകരണം. പരലോകത്ത് ഓർമ്മ ഉണ്ടാവില്ല, മരണത്തെ ഓർമ്മ ഉണ്ടാവില്ല. രണ്ടാമത്തെ തത്വം മരണത്തെ ഓർക്കൽ, ഖബറിനെ ഓർക്കൽ, പരലോകത്തെ ഓർക്കൽ. ഈ രണ്ടും ഇന്ന് കേരളത്തിന്റെ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോയാൽ തീരദേശ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ചാവക്കാട് നിന്ന് പൊന്നാനി വരെ പോയ 10-200 ജില്ലാനും ജാറങ്ങളാ. ഒറ്റ ജാറത്ത് പോയാലും പടച്ചോൻ ഓർമ്മ ഉണ്ടാവൂല, പരലോകത്ത് ഓർമ്മ ഉണ്ടാവൂല, മരണത്തെ ഓർമ്മ ഉണ്ടാവൂല. അള്ളാന്റെ റസൂല് ഖബർ സിയാറത്ത് പറഞ്ഞെന്തിനറിയോ? ജാറം മൂടാനല്ല, അവിടെ പോയി ആഗ്രഹങ്ങൾ സഫലീകരിക്കാനല്ല. പിന്നെന്തിനാ? പരലോകത്തെ പറ്റി ഓർമ്മ വരാനാ. അള്ളാന്റെ തിരുദൂതര് പഠിപ്പിച്ചു പോയത് പരലോകത്തെ പറ്റി ഓർമ്മ വരാനാ, മരണത്തെ പറ്റി ഓർമ്മ വരാനാ. അവനവന്റെ പിതാവിന്റെ ഖബറുങ്കല, മാതാവിന്റെ ഖബറുങ്കല, സഹോദരന്റെ ഖബറുങ്കല, ഭാര്യയുടെ ഖബറുങ്കല, ഭർത്താവിന്റെ ഖബറുങ്കല, അവനവന്റെ പിഞ്ചോമന കുഞ്ഞിന്റെ ഖബറുങ്കല. എന്റെ കൂടെ കളിച്ചു വളർന്ന എന്റെ കുഞ്ഞ, എന്റെ കൂടെ ജീവിതത്തിന്റെ എല്ലാമായ എന്റെ ഭാര്യ, എനിക്ക് വേണ്ടി ഈ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെടുത്തേണ്ട മാതാവും പിതാവുമാ, അവരാണ് ഈ ഖബറിനകത്തുള്ളത്. അതുകൊണ്ട് റബ്ബേ, എനിക്കും ഇങ്ങനൊരു ജീവിതം വരാനുണ്ട്. എന്റെ പിതാവിനെ പോലെ എനിക്കും ഒരു മരണം വരാനുണ്ട്. എന്റെ പിതാവിന് റബ്ബേ നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ, അതിലുപരി ആ ഒരു പിതാവിന്റെ ഖബറിന്റെ ചാരത്ത് ചെന്ന് നിൽക്കുമ്പോ പടച്ചവനെ പറ്റി ഓർമ്മ വരാൻ
അള്ളാഹിനെ പറ്റി ഓർമ്മ വരാൻ, പരലോകത്തെ പറ്റി ഓർമ്മ വരാൻ, മരണത്തെ പറ്റി ഓർമ്മ. ഇന്നിപ്പോ മനുഷ്യന്മാർക്ക് ഇല്ലാത്ത ചിന്ത ഇതൊക്കെ അല്ലേ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഖബറിന്റെ അടുത്ത് കൂടി ഇങ്ങനെ പോയ കരയുന്ന. സ്വഹാബികൾ എന്തിനാ ഖബർ കണ്ടത്? കരയാൻ. നമ്മളെന്തിനാ ഖബർ കണ്ടത്? കരയാൻ തന്നെയാ. പക്ഷെ പൊരയത്ത് സങ്കടം പറഞ്ഞ് കരയാനാണ് മാത്രം. വ്യത്യാസം. ഈ ഒരു അർത്ഥത്തിൽ മാറണോ? അതാ ഞാൻ പറഞ്ഞെന്തറിയോ, അവരെ ജീവിതവും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മൾ സംസാരിക്കുമ്പോ ഒരുപാട് വ്യത്യാസങ്ങൾ ഇന്നത്തെ മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ കാണാം. അവിടെ അല്ലാഹു റസൂൽ പഠിപ്പിച്ച മാനദണ്ഡം നമ്മൾ സ്വീകരിക്കാം. മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും സ്വീകരിച്ചൊരു മാർഗമുണ്ടല്ലോ, ആ മാർഗമാണ് സ്വർഗത്തിലേക്കുള്ള പാത. ആ ഒരു മാർഗമാണ് സ്വർഗരാജ്യത്തിൽ വിജയിച്ചവരുടെ പാത. ആ ഒരു പാതയാണ് രക്ഷപ്പെട്ടവരുടെ മാർഗം. ആ ഒരു റസൂലുള്ളയും സ്വഹാബത്തും സ്വീകരിച്ച രീതി നിങ്ങള്, ഈ സ്വഹാബത്ത്, ഈ വിജയിച്ച കക്ഷി സ്വീകരിച്ച രീതി ജീവിതത്തിലെ ഏതേത് മേഖലകളിലും നമ്മൾ അനുധാവനം ചെയ്യണേ. വിശിഷ്യ സാമ്പത്തിക രംഗത്ത്, കുടുംബ മേഖലയിൽ, വ്യക്തിജീവിതത്തിൽ, മനുഷ്യരോടുള്ള സംസാരത്തിൽ, സംസ്കാരത്തിൽ, പ്രകടനങ്ങളിൽ, ബന്ധങ്ങളിൽ, ഓരോ മേഖലയിലും നമ്മൾ അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ശീലിച്ച ശീലി സ്വീകരിക്കണം. ഇവിടെ നമ്മൾ പൂർവികരെ പാത പിന്തുടരണം. നോക്കൂ, നിങ്ങള് പൂർവികരെങ്ങനത്തെ ഒരു സാമ്പത്തിക മേഖല ഉണ്ടാക്കിയത്? ഞാൻ പറഞ്ഞ രണ്ട് അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. ഇങ്ങനെ വിശ്വാസ രംഗത്ത് അവർ സ്വീകരിച്ച കാഴ്ചപ്പാട് ഞാൻ ലളിതമായി നിങ്ങളോട് പറഞ്ഞു. കർമ്മരംഗത്ത് അവർ സ്വീകരിച്ച കാഴ്ചപ്പാടും ഞാൻ നിങ്ങളോട് ലളിതമായി പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ രീതി, ഈ സ്വഹാബത്തിന്റെ വിശ്വാസവും അനുഷ്ഠാനങ്ങളും മനസ്സിലാക്കിയത് നമ്മൾ കൃത്യമായി. ഇനി അവരുടെ സാമ്പത്തിക രംഗം എങ്ങനെയായിരുന്നു അറിയോ? സ്വഹാബത്തിന്റെ സാമ്പത്തിക രംഗം, സ്വത്തിനോടുള്ളവരുടെ കാഴ്ചപ്പാടെന്താ? നമുക്കില്ലാതെ പോയ കാഴ്ചപ്പാടാണ്. സമ്പാദനവും ചെലവഴിക്കലും റബ്ബിഷ്ടപ്പെട്ട മാർഗത്തിലാകണമെന്ന് മനസ്സിലാക്കിയവരവര്. പൈസ ഉണ്ടാക്കുന്നതും പൈസ ചെലവഴിക്കുന്നതും പടച്ചോ ഇഷ്ടപ്പെട്ട മാർഗത്തിലാകണോന്ന് മനസ്സിലാക്കി ജീവിച്ച ആളാ സ്വഹാബികൾ. നമ്മളെങ്ങനെയാണോ? അല്ല. അവരേറെ വെറുത്തത് ഒരു കാലഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അള്ളാഹുവിന്റെ ആയത്തിലൂടെ, പടച്ചറബിന്റെ വാചനങ്ങളിലൂടെ, ആ വചനങ്ങളെ വിശദീകരിച്ച റസൂലുള്ളാഹിയുടെ സുന്നത്തിലൂടെ അവരങ്ങ് ഉപേക്ഷിച്ചു പോയ സാമ്പത്തിക ലോകത്തെ ക്രമക്കേടുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടുന്ന വ്യത്യസ്തമായ മേഖലകളിലെ ആ ലോകത്ത് എത്ര കാര്യങ്ങളാ സാമ്പത്തിക രംഗത്ത്. പറ്റിക്കൽ, പിടിച്ചുപറിക്കൽ, വഞ്ചന, ചതി, അല്ലേ? വിലയേറ്റി പറയാ. വിശ്വാസികൾക്ക് പാടില്ലാത്ത കച്ചവടക്കാരി ശബ്ദം കേൾക്കണവരുണ്ടാവും. ഞാൻ എപ്പോഴും പറയലുണ്ട്, ഒരർത്ഥത്തിൽ എപ്പോഴും ഒരാളെ പറ്റിക്കുന്നുണ്ട്. എങ്ങനെ നിങ്ങള് ഇപ്പൊ നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി മീൻകടയിൽ ചെന്നു, മീൻ മാർക്കറ്റിൽ ചെന്നു, 60 റുപ്യ അയിലക്ക്, അല്ല ഇപ്പൊ ഇന്നലെ 60 റുപ്യ, ഇന്നലെ 70 റുപ്യ മേടിച്ചു, 70 റുപ്യ അയിലക്ക്. സത്യത്തിൽ അതിന്റെ മാർക്കറ്റിൽ വിൽക്കേണ്ട വില 60 വിചാരിക്കാം. 10 റുപ്യ നമ്മളേക്കാൾ അധികം വാങ്ങിച്ചു. നമുക്ക് മനസ്സിലായി ഓൻ എന്തോന്ന് ഒപ്പിച്ചിക്കണം. ഓന്റെ മനസ്സിലെന്താ? ഓന്റെ 10 കണ്ടു പോകുന്നു, എന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇയാള് വൈകുന്നേരം ആയപ്പോ പച്ചക്കറി വാങ്ങാൻ പച്ചക്കറിക്കടയിൽ പോയി. പച്ചക്കറിക്കടക്കാരുടെ അടുത്ത് ബില്ല് എഴുതി. ഓരോന്നും 2 റുപ്യ കൂട്ടി പ്ലസ് 5 റുപ്യ കൂട്ടി. എങ്ങനെയെന്ന് ഇവര് മനസ്സിലായില്ല. ഓന്റെ 10 റുപ്യ 20 റുപ്യ പച്ചക്കറിക്കാരൻ്റെ അങ്ങോട്ട് പോയി. പച്ചക്കറിക്കാരന്റെ മനസ്സിലെന്താ? ഓന്റെ 10 റുപ്യ അങ്ങോട്ട് പോകുന്നു. ഇയാൾ അയാളെ പറ്റിച്ചു, അയാള് വേറെ ആളെ പറ്റിച്ചു. ഇയാള് വേറൊരു ചെന്നു, അവിടെ അങ്ങനെ തന്നെ. പലചരക്കടി ചെന്നു, അവിടെ അങ്ങനെ തന്നെ. ഇങ്ങനെ പോയി അവസാനം എന്നെപ്പോലുള്ള ഒരു ജോലി ചെയ്യണ ഹോസ്പിറ്റലിൽ ചെന്നു. പറ്റിക്കലിന്റെ ഹോൾസെയിൽ ഡീലർഷിപ്പാന്ന് ഞാൻ ചിലപ്പോ പറയുന്നത്. ചെന്നത് എന്തിനാ? വയറുവേദന ഇട്ടാ. എക്സ്റേ എടുത്തെന്തിനാ? തലക്കും കാലുമലൊക്കെ. തിരിഞ്ഞിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നട്ടം തിരിയും. നല്ല നോക്കി പോയാൽ മതി. അവിടെയും പറ്റിച്ച് 2000 പോകുന്നു. ഹോസ്പിറ്റലിന്റെ മനസ്സിലെന്താ? ഓന്റെ 2000 പോകുന്നതാ. ഞാൻ ആലോചിക്കാറുണ്ട്, ഓരോ രംഗത്ത് ഓരോരുത്തരെ പറ്റിക്കലുണ്ട്, അല്ലേ? നിങ്ങൾ ആലോചിച്ചോക്കെ, ഇത് ഇസ്ലാം പഠിപ്പിച്ച തത്വം അല്ല. ഇത് സ്വഹാബത്തിന് അറിയണ വിഷയ, സ്വഹാബികൾ ശീലിച്ച വിഷയ അല്ല. അവരാരെങ്കിലും ഇത്തരമൊരു മോശമായ രീതി സ്വീകരിച്ചോ? ഇല്ല. മദീനത്തെ കച്ചവടക്കാർക്കിടയിലൂടെ അള്ളാഹുവിന്റെ തിരുദൂതര നടന്നുപോയ രംഗം നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്നിട്ടൊരു ഈത്തപ്പഴ കൂമ്പാരത്തിന്റെ റസൂലുള്ളാഹിന്റെ വിരലുണ്ട്. അപ്പൊ എന്തുണ്ട്? നനഞ്ഞതും നനയാത്തതും ഒക്കെ പാടെ, അല്ലേ? അള്ളാന്റെ റസൂൽ പറഞ്ഞില്ലേ, ഇത് മേലക്കിട്ടിട്ട് നിങ്ങൾക്ക് ജനങ്ങൾ പറഞ്ഞു കൊടുക്കണേ, മനസ്സിലാക്കി കൊടുക്കണ്ടേ? രണ്ടാന്ന് തിരിച്ചു കൊടുക്കണ്ടേ? കച്ചവടത്തിലെ സത്യസന്ധത അത് സ്വഹാബത്ത് റസൂൽ പറഞ്ഞു കൊടുത്തു. സ്വഹാബികൾ സ്വീകരിച്ചു.
എന്റെ അടുത്ത് ഒരു സ്വഹാബിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് സാധനം വാങ്ങാൻ വന്ന സ്വഹാബി പറയും ഇതിന് ഇത്ര പഴക്കണ്ട്. ഓക്കെ, നിങ്ങള് ഉദാഹരണം നമ്മളെ മൊബൈല്, ഈ മൊബൈൽ നമ്മൾ വിൽക്കുകയാണെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ചൊരു തത്വമുണ്ട്. ഈ മൊബൈലിന്റെ നന്മ പറയാം, നല്ല സാധനടാ വാങ്ങിച്ചോ എന്ന് പറഞ്ഞാൽ കൊടുക്കല്ല, ഇതിന്റെ മുഴുവൻ ന്യൂനതയും പറഞ്ഞിട്ട് ഇത് വിൽക്കാവൂതാ. ഇതിന് എന്തൊക്കെ കുഴപ്പമുണ്ട് അതൊക്കെ ഇപ്പൊ ഒന്ന് താഴത്ത് വീണു, അതിൽ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ പ്രശ്നം വരെ പറഞ്ഞു കൊടുത്തിട്ട് വിൽക്കാവൂ. കച്ചവടം അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അത് ഏത് കച്ചവടം, കേസറ്റ് കച്ചവടം, അത്ര കച്ചവടം ഏതായാലും ഒക്കെ അങ്ങനെ തന്നെ. ഞാൻ അവിടെ ഇരിക്കുന്ന ആളെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, നിങ്ങളൊക്കെ അവിടെ മൂപ്പര പൊത്ത് അങ്ങോട്ട് നോക്കണ്ട. ഏത് കച്ചവടം, ഇപ്പൊ കേസറ്റ് കച്ചവടത്തുമ്പോഴുണ്ട് അങ്ങനത്തെ ഒരു പരിപാടി. ഏത് കച്ചവടം ഹക്ക്, ആ ഹക്ക് അവിടെ ഉണ്ടാകണമെന്ന് മനസ്സിലായില്ലേ? ബാത്തിൽ കടന്നരുത്. സ്വഹാബികൾക്ക് അറിയില്ലത്. സ്വഹാബത്തിന് ഇങ്ങനെ ഒരു രീതി അറിയില്ല, വഞ്ചനയുടെ രീതി അറിയില്ല. അള്ളാന്റെ തിരുദൂതരുടെ മുന്നിൽ നിന്ന് പഠിച്ചുപോയവരാ. അവരാരെയും പറ്റിക്കാൻ മെനക്കെടാറില്ല, വഞ്ചിക്കാൻ മെനക്കെടാറില്ല. അവർക്ക് റബ്ബിന്റെ തിരുദൂതരോടാ, അള്ളാഹുവിനോടും അവന്റെ ദൂതരോടുമാണ് അവർക്ക് ഏറ്റവും താല്പര്യമുള്ളത്. സ്വഹാബത്തിന്റെ പെണ്ണുങ്ങൾ, വനിതകൾ, സ്വഹാബ വനിതകൾ ഭർത്താക്കന്മാരോട് പറയാറുണ്ട്, നിങ്ങൾ കച്ചവടം ചെയ്ത് വരുമ്പോ, നിങ്ങൾ അധ്വാനിച്ച് വരുമ്പോ ഞങ്ങളൊരിക്കലും വിശപ്പ് സഹിച്ചോളാ, എങ്കിലും നരകത്തിന്റെ തീനാളങ്ങളെ ഞങ്ങൾക്ക് സഹിക്കാനാവില്ല എന്ന് പറഞ്ഞുപോയ സ്വഹാബ വനിതകളുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. ഒരിക്കലും ഹറാമിന്റെ മുതലായിട്ട് പൊരേക്കണ് കേറണ്ട. ഓ നിങ്ങളാപ്പോ ഇവിടെ എല്ലാരും അങ്ങനെ തന്നെ, നിങ്ങൾ മാത്രം ഞാൻ നന്നായ നാടാണ് നന്നാവോ ചോദിച്ചിട്ട് 32 മൂട്ടും. അപ്പൊ അമ്മക്കും തോന്നും ആ തിരക്കിടനില്ല. ഇന്ന് എന്റെ ഖുത്ബയിൽ ഒരു വിഷയം ഉണ്ടായിരുന്നു. ആ വിഷയം ഞാൻ ഇവിടെ പറയും. വിഷയം പറയാൻ വേണ്ടിയില്ല, അത് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരാളിനോട് പറഞ്ഞു തരും, ഞാൻ കുത്തു പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. നിങ്ങൾ മനസ്സിലാക്കണം, നിഷ്കളങ്കമായ ആളുകൾ സ്വീകരിക്കണം എങ്ങനെയാണ്. നമ്മളെ ഖുത്ബയിൽ വരുന്ന ആൾക്കാരെ മെച്ചതാ, ഓരോ ദിവസവും ഓരോരുത്തർ മാറും. അദ്ദേഹം പറഞ്ഞു തരുമോ, ഇന്റെ ഒരു സാധനം കൊണ്ടേ ബാങ്ക് കൊണ്ടേക്കണം എന്ന് വിചാരിച്ചിരുന്നു, എനിക്കൊരു 10-15,000 റുപ്യന്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ, ഇനി എന്തായാലും അത് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. സ്വഹാബത്തിന്റെ സാമ്പത്തിക രംഗം, അവര് പലിശയുടെ ലോകത്തേക്ക് കടന്നുപോയിട്ടില്ല. പലിശ എന്നുള്ള പദം പറഞ്ഞ എന്റെ മുന്നിൽ ഇരിക്കണവരും ഈ ശബ്ദം കേൾക്കണവരും മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകത്തിന്റെ ഏതൊക്കെ കൂടുന്ന ഏതൊക്കെ മലയാളി കേൾക്കട്ടോ, ഒന്നില്ലെങ്കിൽ ഓഫാക്കിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിക്കും. കാരണം എന്തറിയോ, പടച്ചോനോട് മാത്രം പ്രാർത്ഥന, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലാത്ത ആരാധന വേണ്ടാന്ന് പറയുന്ന പച്ച മുജാഹിദിന്റെ ജീവിതത്തിലുണ്ട്. എന്ത്? പലിശ. നിങ്ങൾക്ക് കൂടി ഇഷ്ടമല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇത്ര നേരം നമ്മള് വേറൊരുക്കും ഇഷ്ടമല്ലാത്ത പറഞ്ഞു. അങ്ങനെ ഉണ്ട്. ഇവിടെ നല്ലോ മറ്റൊരുക്കും നല്ലോ പറയണമെന്നാ ചിലടത്തൊക്കെ ചെന്നാ അങ്ങനെ. മറ്റൊരുക്കല്ല, ഞമ്മക്ക് നല്ലോ എന്ന് പറയണ്ടേ. നീ ശ്രദ്ധിച്ചോളി. പലിശ 3 അക്ഷരവും ഒക്കെ നിങ്ങള് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി പോയി. പലിശ ഏതിനൊക്കെയാ പലിശ? വീടുണ്ടാക്കുന്ന വിഷയത്തിൽ പലിശ, വാഹനം വാങ്ങുന്ന വിഷയത്തിൽ പലിശ, മക്കളെ കെട്ടിക്കുന്ന വിഷയത്തിൽ പലിശ, ബിസിനസിന്റെ ഡെവലപ്മെന്റിൽ പലിശ, മക്കളെ ഉന്നതമായ കോഴ്സിന് ചേർക്കുന്നിടത്ത് വരെ പലിശ, ഏതേത് വിഷയത്തിലും പലിശ. ഈ ഒരു പലിശയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് ഉമ്മത്ത് മുസ്ലിമ കടന്നുപോയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോണത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾക്ക് ഒട്ടും താല്പര്യമില്ലാതിരുന്നൊരു വിഷയമാണ് ആയത്തും ഹദീസും ഇറങ്ങിയതിനു ശേഷം. അള്ളാന്റെ തിരുദൂതരുടെ മുന്നിൽ നിന്ന് വിഷയങ്ങൾ പഠിച്ചുപോയ സഹാബത്ത് പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടില്ല. നമ്മൾ ആലോചിക്കും, സഹാബികളുടെ ജീവിതത്തിൽ പഠിച്ചിട്ടുണ്ടോ? പൂർവികരെ ബാധ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കണ്ടേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു അബൂബക്കർ തന്നെ ഉണ്ടാക്കിയ വീടും പലിശ കടന്നിട്ടില്ല, അന്നും പലിശ ഉണ്ട്. ഉമർലാവിന്റെ തന്നെ മോളെ കെട്ടിക്കാൻ വേണ്ടി നടന്നില്ലേ ഹഫ്സ ബീവിനെ? എല്ലാ മഹാന്മാരത്തും ചെന്നു, അവസാനം റസൂലിനെ കെട്ടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് റസൂലിന്റെ അടുത്ത് എന്ത് ചെയ്തില്ല, ബാങ്ക് കൊണ്ടേ പണയം വെച്ചിട്ട് ആ പൈസ കൊണ്ട് മോളെ കെട്ടിച്ച ചരിത്രമില്ല ഇസ്ലാമില്. നമ്മൾ ചെയ്യാ, മോളെ കെട്ടിക്കാൻ പലിശ, വാഹനം വാങ്ങാൻ പലിശ, വീടുണ്ടാക്കാം, മോളും മോനും വരുന്നല്ലേ, മോളും മരോനും വരുന്നല്ലേ. ഇങ്ങനെ വീടുണ്ടാക്കാതൊക്കെ കെട്ടിക്കണതിന് മുമ്പേ വാപ്പുണ്ടാക്കും, വീടുണ്ടാക്കും. വീടിന്റെ മുകളിൽ സ്പെഷ്യൽ 2 റൂം ഉണ്ടാകും, അറ്റാച്ച്ഡ് സംവിധാനങ്ങളുള്ളത് അല്ലേ? 2 റൂം, ഒന്ന് ഓന് കല്യാണം കഴിയുമ്പോ, ഒന്ന് മോക്ക് ഓളെ കല്യാണം കഴിയുമ്പോ ആദ്യം ഓളതാ, എന്നിട്ട് അതിനകത്ത് എല്ലാ ഫെസിലിറ്റീസ് ഒരുക്കി വെക്കും. ആ റൂമിലെ ചുമരിലെ മണൽത്തരിയില് വരെ ബാങ്കിൽ നിന്നെടുത്ത പണത്തിൽ ലോണ് കലർന്ന, പലിശ കലർന്ന ഹറാമായ പണം. ഞാൻ പലപ്പോഴും പറയലുണ്ട് കുടുംബ ക്ലാസ്സിലൊക്കെ, നമ്മളൊക്കെ മക്കള് എന്തുകൊണ്ടാ വാപ്പാനൊക്കെ അസ്സലാമു അലൈക്കും പറയാത്തറിയും?
നമ്മളെ മക്കൾ എന്തേ കുരുത്തം കെട്ടുപോയതറിയോ? നമ്മളെ മക്കൾ എന്തേ പറഞ്ഞാ കേൾക്കാത്തറിയോ? നമ്മളെ മക്കളിൽ നമുക്ക് എന്തേ കൺകുളിർമല്ലാത്തറിയോ? ആ മക്കളുടെ ശരീരത്തിൽ കൂടെ ഓടുന്ന രക്തത്തിൽ വരെ ഹറാമ് കലർന്നിട്ടുണ്ട്. പലിശ, ധരിച്ച വസ്ത്രത്തിൽ പലിശ, ഉടുത്ത വസ്ത്രത്തിൽ പലിശ, കുട്ടി ഓടുന്ന ബൈക്കിൽ പലിശ, ഓൻ പഠിക്കണ വിദ്യാഭ്യാസം പലിശ. ഏത് കോഴ്സ് പഠിച്ചാലും, ഏത് കോഴ്സ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തില് ഞാൻ ചോദിക്കാറുണ്ട് മക്കളോട്, മക്കളെ എല്ലാം നല്ല കുട്ടികള്, നല്ല മുജാഹിദീങ്ങളും ജമാഅത്ത് ഇസ്ലാമിക്കാരും സുന്നികളും ഒക്കെ മക്കളുണ്ടോ? എല്ലാ മക്കളോടുണ്ടോ? മുസ്ലിമായ മക്കളോടൊക്കെ ചോദിക്കും, നിങ്ങൾ റെഡി ക്യാഷ് കൊടുത്തിട്ടാണോ കോഴ്സിന് ചേർന്നത്? അല്ല. ഒരൊറ്റ കുട്ടി ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടില്ല, എന്ത് ഞങ്ങൾ ആരും റെഡി ക്യാഷ് കൊടുത്തിട്ടല്ലേ സാറെ പഠിക്കണേ, പിന്നെ എങ്ങനെയാ? ലോൺ തന്നെയാണ്. പോരപ്പാടം വീടും പോലെയും പണയം വെച്ചിട്ടാ ഉമ്മത്ത് മുസ്ലിമിനെ കുട്ടികൾ പഠിക്കണത്. പച്ച മുജാഹിദീങ്ങളെ മക്കള് വരെ. ഇതൊക്കെ നല്ലോണം ആൾക്കാർ കേൾക്കും പഠിക്കും വേണം. നമ്മുടെ അടുത്ത് ഉള്ളതാ അത്. അത് ഞങ്ങൾ പരസ്യമായിട്ട് പറയണത്. ഇത്ര നമ്മളൊക്കെ പരസ്യമായിട്ടല്ലേ പറഞ്ഞത്? വലിയ തിന്മയൊക്കെ പരസ്യമായിട്ട് പറഞ്ഞില്ലേ? അതിൽ പെട്ടൊരു തിന്മയല്ലേ ഇത് നമ്മൾ പറയണ്ടേ? അതുകൊണ്ട് പലിശയുമായി ഒരർത്ഥത്തിലുള്ള ബന്ധവും ഒരു മുസ്ലിമിന് പാടില്ല. അള്ളാന്റെ തിരുദൂതർ താല്പര്യപ്പെടാത്ത വിഷയമാ. 36 തവണ വ്യഭിചരിച്ചവനെ പോലെയാണെന്ന 36 തവണ വ്യഭിചരിച്ചവനെ പോലെ പലിശപ്പണെന്ന് അറിഞ്ഞിട്ട് ഒരു ദിർഹം കൊണ്ട് തിന്നാൽ നമ്മളിന്ന് തിന്നണതും ഉടുക്കണതൊക്കെ പലിശ. ആലോചിച്ചോക്കി. ഏതൊക്കെ ആയത്ത് പറഞ്ഞാലും ഏതൊക്കെ ഹദീത്ത് പറഞ്ഞാലും ഇന്ന് മനുഷ്യന്മാരെ തലയിൽ കയറൂല. സംഗതിയൊക്കെ ശരി തന്നെ, പക്ഷെ നിവൃത്തിയില്ല. താടി നീട്ടിച്ച ഒരാളിനോട് പറഞ്ഞ കാര്യങ്ങള് ആളാരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. നല്ല താടിയൊക്കെ ഉണ്ടാകാൻ ആർക്കാ? നമ്മളാൾക്കാർക്ക് തന്നെ. ഞാൻ കടയിൽ ചെന്നപ്പോ മറ്റേ ബസ് കണ്ടക്ടർ ഉണ്ടല്ലോ, മറ്റേ ഇതിലത്തെ KSRTC കണ്ടക്ടർ, മൂപ്പരെ തോള് തൂക്കിട്ട മറ്റൊരു സാധനം 2 കുത്ത് മൂപ്പര് നല്ല സാധനം പുറത്തേക്ക് വന്ന് കീറിയ സ്ലിപ്പണ് കൊടുത്തു. അവിടുന്ന് ഒരു കാർഡന് വാങ്ങി, എഴുതി 500. എന്താ 500? എന്നോട് കണ്ണിമി പറയാം, അതൊന്നും ഇല്ലാതെ നടക്കൂല. മനസ്സിലായേ? മൂപ്പര് പലിശപ്പണം വാങ്ങിയതാ. കുറിക്കാരനത്, കുറിക്കമ്പനി, ബിസിനസ് രംഗം. വൈകുന്നേരമായി അവരെ 200, 300, 500 മുറിച്ചെടുക്ക. മുസ്ലിം കച്ചവടക്കാർ 5 നേരം പള്ളി പോയി നിസ്കരിക്കണോനും പലിശ. കൂട്ടരെ മാറണ്ടേ? അല്ലാത്തവരോട് വിളിക്കൂലെന്ന് തീരുമാനിച്ചവരല്ലേ നമ്മള്? റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ലാത്ത ആചാരവും അനുഷ്ഠാനവും വേണ്ടെന്ന് തീരുമാനിച്ചവരല്ലേ നമ്മള്? നമുക്ക് ഈ ഹറാമായ പലിശ ഒഴിവാക്കാൻ ആയില്ലേ? ഇത് ഗൗരവമുള്ള കാര്യ. ഉമ്മത്ത് മുസ്ലിമെ ശക്തമായി താക്കീതിന്റെ വിഷയ. ഇന്ന് ഉമ്മത്ത് മുസ്ലിമയുടെ ജീവിതം മുഴുവൻ ഇതിലാ. നിസ്കരിക്കണോന്റെ നിസ്കരിക്കാത്തവന്റെ ഒക്കെ. ഞാനിതൊക്കെ പറഞ്ഞാൽ അവസാനം പറഞ്ഞെടുക്കേണ്ട ഹദീസുണ്ട്. നമ്മളിന്ന് പറയാ റോഡ് മോശ, നാട് മോശ, ബസ് മോശ. 75 വയസ്സ് വരെയുള്ള വല്യമാനവരെ അരയിൽ തോണ്ടിട്ട് ആസ്വദിക്കണ കാമഭ്രാന്തന്മാരെ നാടാണ് അല്ലേ? സ്വന്തം മാനോട് വരെ മോശമായി പെരുമാറുന്ന മക്കൾ ജീവിക്കണ നാടാ നമ്മൾ പറയാ. സ്വന്തം പെൺകുട്ടിയോട് വരെ മോശമായി പെരുമാറുന്ന പിതാക്കന്മാര് ജീവിക്കണ നാടാ നമ്മൾ പറയാ. ഇതൊക്കെ പറഞ്ഞു പോയ നമ്മൾ അറിയാതെ ചെയ്തു പോണൊരു കാര്യമുണ്ടേ. അതെന്താണെന്നറിയോ? നമ്മൾ ഓരോരുത്തരും പലിശയുമായി ആരൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ ആ ബന്ധപ്പെടുന്ന ആളൊക്കെ ചെയ്തു പോണൊരു വ്യഭിചാരമുണ്ടേ. ഒരു വ്യഭിചാരം ഏതാണെന്നറിയുമോ? ആ വ്യഭിചാരം ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പോയതാ. ഏതാണെന്നറിയോ? അർരിബ 73 ബാവ. പലിശക്ക് 73 കവാടങ്ങളുണ്ട്, 73 വാതിലുകൾ. ഐസറുഹ, ആ പലിശയുടെ 73 കവാടങ്ങളിൽ ഏറ്റവും ചെറിയ കവാടം ഏതാണെന്നറിയോ? മിഥില റജുലു ഉമ്മഹു, സ്വന്തം മാതാവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമാനമാണെന്ന് ലോകത്തിന്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയാ സഹോദരങ്ങളെ പലിശപ്പണവുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിയുക. സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ലാത്ത രീതിയല്ലേ ഇത്? സ്വഹാബത്തിന്റെ ജീവിതത്തിൽ ആയത്തും ഹദീസും കിട്ടിയിട്ട് അവർ ഒഴിവാക്കിയ വിഷയമല്ലേ അത്? എത്രയെത്ര ആയത്തുകളാ, എത്രയെത്ര ഹദീസുകളാ ഈ വിഷയത്തിൽ നമ്മൾ കേട്ടുപോണത്. എന്നിട്ടും വീടുണ്ടാക്കുന്നിടത്ത് നമുക്കെന്തിനാ പലിശ? ഉമ്മയുമായി വ്യഭിചരിക്കുന്നതിന് സമാനമാണെന്നല്ലേ? എന്നിട്ടും വാഹനം വാങ്ങുന്നിടത്ത് നമുക്കെന്തിനാ പലിശ? മാതാവുമായി ബന്ധപ്പെടുന്നതിന് സമാനമാണെന്നല്ലേ? എന്നിട്ടും മോളെ പഠിപ്പിക്കുന്നിടത്തും കെട്ടിക്കുന്നിടത്തും എന്തിനാണ് പലിശ? സ്വന്തം പെറ്റുമ്മയുമായി ബന്ധപ്പെടുന്നതിന് സമാനമാണെന്നല്ലേ? ആരാണ് കൂട്ടരെ നമ്മുടെ മാതാവ്? വിശുദ്ധ ഖുർആൻ
ഖുർആൻ പറയാ ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫീ അമൈൻ. ക്ഷീണത്തിന് മേൽ ക്ഷീണമായിട്ടാണ് നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്നത്. എന്നിട്ട് 2 കൊല്ലക്കാലം നിനക്ക് മുലകുടി തന്നു. അങ്ങനെ നിന്നെ പെറ്റുപോറ്റിയിട്ട് നീ കാണുന്ന കോലം വരെ നിന്നെ വളർത്തിയുണ്ടാക്കിയ മാതാവില്ലേ, ആ മാതാവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമാനമാണ് പലിശ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായാൽ പിന്നെ എന്തിനാണ് മുവഹിദീങ്ങളെ നമ്മൾ ഈ വൃത്തികെട്ട ഏർപ്പാട്? പിന്നെ എന്തിനാണ് മുജാഹിദുകളെ നമുക്ക് ഈ വൃത്തികെട്ട ഏർപ്പാട്? പിന്നെ എന്തിനാണ് മുസ്ലിങ്ങളെ നമുക്ക് ഈ വൃത്തികെട്ട ഏർപ്പാട്? അതുകൊണ്ട് ബിസിനസ് ഡെവലപ്മെന്റ് വേണ്ട, എന്റെ മോള് കെട്ടിക്കേണ്ടതില്ല, എന്റെ പുരയിടം വളർത്തേണ്ടതില്ല, എനിക്ക് റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തേണ്ടതില്ല, എന്റെ കൃഷിയുടെ വരുമാന മാർഗങ്ങൾ കൂട്ടേണ്ടതില്ല. എന്തുകൊണ്ട് ഇല്ല എന്നല്ലേ, എന്തുകൊണ്ട് വേണ്ടെന്നല്ലേ? എന്റെ മാതാവുമായി ബന്ധപ്പെടുന്നതിന് സമാനമാണെന്ന് പറഞ്ഞ ഈ പലിശയുമായി റബ്ബേ ഇനി എന്റെ മരണം വരെ എനിക്ക് യാതൊരു ബന്ധവും പാടില്ലെന്ന ദൃഢനിശ്ചയം. അത് സ്വഹാബത്തിന്റെ മാർഗമാണ്, അത് പൂർവികരുടെ മാർഗമാണ്. ഈ ഒരു മാർഗത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ഈ ഒരു മാർഗം ഞാനിത് മനഃപൂർവ്വം ഇവിടെ ചേർത്തതാണ്. ഈ ഉള്ളവൻ പ്രസംഗിക്കണ ഏത് പ്രസംഗത്തിലും ഇത് വരലുണ്ട്. റെക്കോർഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കേൾക്കണവർക്കറിയാം, ഇയാൾക്കുണ്ട് എപ്പോഴും ഒരു പലിശ. സുഹൈർ ചുങ്കത്തറക്കൊരു സ്ത്രീധനോ ഇയാൾക്കൊരു പലിശ എന്നാ ചിലരിപ്പോ കളിയാക്കൽ തുടങ്ങിക്കണം. സുഹൈർ മൗലവി എപ്പോ പറയുമ്പോഴും ബഹുമാന്യർ എന്ത് പറയും? വളിച്ച പുളിച്ച സ്ത്രീധനം, കള്ളന്മാർ എന്ന് പറയില്ല മൂപ്പര്. എന്നതുപോലെ ഞാൻ എപ്പോഴും പറഞ്ഞ സാധനം എന്തുകൊണ്ടറിയങ്ങള് പച്ച മുവഹിദീങ്ങളെ ജീവിതത്തിൽ വരെ ഈ സാധനം ഉണ്ടെന്ന് നിഷേധിക്കാൻ കഴിയില്ല കൂട്ടരെ, നിഷേധിക്കാൻ കഴിയില്ല. പള്ളി കമ്മിറ്റിന്റെ സെക്രട്ടറിയും പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റും കാര്യപ്പെട്ട മണ്ഡലം സെക്രട്ടറിയും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അമരക്കാര് വരെ ജീവിക്കുന്നത് ഈ വൃത്തികേടിലാണ്. ഇത് പറയാൻ പറ്റില്ല, നമുക്ക് ചെയ്യാലേ, കുഴപ്പമില്ലല്ലേ, പറയാൻ പാടില്ല. അങ്ങനെ ആര് എന്താന്ന് എന്നോട് ചോദിക്കരുത്. അങ്ങനെയെന്ന് ലോകത്തിന്റെ സ്ഥിതി. എത്ര തൗഹീദ് പറഞ്ഞാലും ഈ വിഷയത്തിൽ ഓന്റെ തൗഹീദില്ല. ഞാൻ പറയില്ല എന്താ പറയുക, ഓന്റെ തൗഹീദ് പലിശ വാങ്ങണ തൗഹീദ് പൂർണ്ണമായിട്ടില്ല. എന്തുകൊണ്ടാ പലിശ വാങ്ങണ? ഒരു സാധനം ഇല്ലാത്തോണ്ടാ. ഞാൻ പറഞ്ഞില്ലേ തൗഹീദുൽ ഉലൂഹിയ. അതെ, ആ കൂട്ടത്തിൽ അഖ്സാമിൽപ്പെട്ട ഒന്നല്ലേ തവക്കുൽ. അതെ, തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ ജീവിതത്തിലെ ഏത് പ്രശ്നവും ഞാൻ ധ്വനിക്കും, എന്നാലും എന്റെ റബ്ബിന് ഭാരേൽപ്പിക്കും. എന്റെ മോക്ക് കല്യാണം വന്നില്ല, അതിന് ഞാൻ എന്താ ചെയ്യണ്ട്? എന്റെ പടച്ചോന് ഭാരേൽപ്പിക്കുക, അല്ലാതെ എന്റെ പുരയുടെ ഒക്കെ ബാങ്ക് കൊണ്ടേ ചോള കെട്ടിക്കല. അത് തവക്കുലില്ല. അപ്പൊ എന്റെ തൗഹീദിന്റെ ആ വിഷയത്തിൽ പൊളിഞ്ഞു. തൗഹീദുള്ളവന് തവക്കുൽ ഉണ്ടാവൂലേ? ഉണ്ടാവും. തവക്കുലുള്ള സ്ത്രീധനം വാങ്ങോ? ഇല്ല. തവക്കുലുള്ള മോളെ അനിസ്ലാമികമായ പണം കൊണ്ട് കെട്ടിക്കോ? ഇല്ല. ഓ ഹറാമായ പണം കൊണ്ട് വണ്ടി വാങ്ങോ? ഇല്ല. ഓ ബിൽഡിംഗ് ഉണ്ടാക്കോ? ഇല്ല. തവക്കുല് പൊളിഞ്ഞു. തവക്കുല് പൊളിഞ്ഞ തൗഹീദും പൊളിഞ്ഞു. പിന്നെന്ത് തൗഹീദാ അപ്പൊ നമ്മൾ പറയണത്? പിന്നെ എന്ത് തൗഹീദാ നമ്മൾ ലോകരുടെ മുന്നിൽ പറയണത്? ആർക്ക് വേണ്ടിയാ പറയണത്? അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നോക്കണേ നിങ്ങള്. ഇനി 4-ാമത്തെ ഏതായി? വിശ്വാസരംഗായി, കർമ്മരംഗായി. ഒക്കെ സൂചന മാത്രം, ഒന്ന് സൂചന മാത്രം. സാമ്പത്തിക രംഗത്തിലെ സലഫിന്റെ മാർഗം. ഇനിയോ വേഷത്തിലും സ്വഹാബത്തിന്റെ മാർഗം. ഒറ്റ സ്വഹാബി ഇല്ല. 2 ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച ഒറ്റ ആണ് സ്വഹാബി ഇല്ല. അങ്ങനെ തന്നെ പറയാം. ഈ വിഷയം സ്വഹാബത്തിന് എന്ന് പഠിച്ചോ അന്ന് മുതൽ ഒരു ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചിട്ടില്ല. നിങ്ങൾ പഠിച്ചു വെച്ചോ. എന്നാലോ ഇതൊക്കെ മനസ്സിലായാലും ഇതൊക്കെ കേട്ടാൽ 2 ഞെരിയാണ്ട് താഴെ വസ്ത്രമുള്ളവരാ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ഭൂരിപക്ഷവും. കല്യാണപ്പൊരി ചെന്ന സലഫിസം വിട്ടവരുണ്ട്, കല്യാണപ്പൊരി ചെന്ന മുജാഹിദിസം വിട്ടവരുണ്ട്. വാപ്പാക്ക് താടിയുണ്ട്, ഉമ്മാക്ക് സുരിദാറിന്റെ പർദ്ദണ്ട്. പക്ഷേ മോന്റെ വേഷം മടക്കി വെച്ചതാ ജീൻസ്. കല്യാണം പൊരിച്ചാലോ അത് നീർത്തി വെക്കും. അവിടെ തൗഹീദില്ല, അവിടെ എന്തില്ല? സ്വഹാബത്തിന്റെ സച്ചരിതങ്ങളില്ല. നമ്മളെ പെണ്ണുങ്ങളെ വേഷോ, പെണ്ണുങ്ങളെ വേഷോ ഉമ്മ നല്ല ഉഷാറ, ഉമ്മ നല്ല ഉഷാറ, വാപ്പി നല്ല ഉഷാറ. വാപ്പാക്ക് നല്ല താടി, ഉമ്മാക്ക് നല്ല പർദ്ദ. മോളോ ഓള് ഇറുകി പിടിച്ച കീറി പിടിച്ച ചുരിദാർ. അഹ്ലുസുന്നെ പഠിപ്പിക്കാത്ത സ്വഹാബികളിൽ പെണ്ണുങ്ങൾ ആരും ഇടാത്ത. വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ്, വിശുദ്ധ ഖുർആൻ 24-ാം അധ്യായം സൂറത്ത് നൂർ. അല്ലാഹുവിന്റെ റസൂലോട് പറഞ്ഞില്ലേ, റസൂലേ താങ്കളുടെ ഭാര്യമാരോടും സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും അവരുടെ മൂടുപടങ്ങൾ, അവരുടെ കുപ്പായം ആരുടെ മീതെ തേക്കാൻ വേണ്ടി പറയണേ നബിയേ. എന്തിനാന്നറിയോത്? ഇത് ഉമ്മത്ത് മുസ്ലിമിലെ പെണ്ണാണെന്നവരെ തിരിച്ചറിയാൻ, അവളോ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ, തിരിച്ചറിയപ്പെടാനും ശല്യം ചെയ്യപ്പെടാതിരിക്കാനും. നിങ്ങള് നമ്മളെത്ര പെൺകുട്ടികളറിയോ?
നമ്മൾ എത്രയേ പെൺകുട്ടികള് ഈ തൗഹീദൊക്കെ പറയുന്ന സുന്നത്തൊക്കെ പറയുന്ന പെൺകുട്ടികൾ തന്നെ പള്ളിക്ക് ചെല്ലുമ്പോ ഒരു വേഷം, കല്യാണപ്പുരയിൽ പോകുമ്പോ വേറൊരു വേഷം, വിരുന്ന് പോകുമ്പോ വേറൊരു വേഷം, സ്കൂളിൽ പോകുമ്പോ വേറൊരു വേഷം, എക്സ്കർഷൻ ഹറാമായ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹറാമായ അന്യപുരുഷന്മാരും പെണ്ണുങ്ങളും ആണുങ്ങളും കൂടിക്കലർന്ന 2 വണ്ടിയിലാണെങ്കിൽ ചെന്നാ പിന്നെ ഒന്നാണ്. ഈ ഹറാമായ എക്സ്കർഷന് വരെ പോണത് വേറൊരു വേഷം, തനിച്ച നിഫാഖ്. ഇത് പാടില്ലത്. നമ്മൾ നല്ല ശ്രദ്ധിക്കണം. പല വിഷയത്തിലും ഇപ്പോൾ നമ്മൾ സ്വഹാബത്തിന്റെ പാതിക്ക് എത്തിയിട്ടില്ല. അതിലൊന്നാ വേഷോ. കേരളത്തിലെ പെണ്ണുങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം പെണ്ണുങ്ങൾ പറഞ്ഞല്ലേ ഉണ്ട്, മുഖവും മുൻകൈ ഒഴിച്ച് ബാക്കിയൊക്കെ മറിച്ചിട്ടുണ്ടോ? ചിലര് മറിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരികളോ മറിച്ചിട്ടില്ല. ഇനി മറിച്ചാൽ തന്നെ ഞാൻ സാധാരണ തമാശക്ക് പറയലുണ്ട്, ഈ സ്ഥലത്തിന്റെ പേരെന്താ? തയ്യാല. ഈ സ്ഥലത്തൊരു ആനുണ്ടെങ്കിൽ തയ്യാല ശിവശങ്കരൻ ആനന്റെ പേരാണേ. പിന്നെയോ തിരൂര് ഒരു ആനന്റെ പേര് വേറും. ചെർപ്പുളശ്ശേരി ഗണേശൻ, തൃശൂർ തങ്കപ്പൻ, അങ്ങനെ ആനക്കൊരു പേരുണ്ടാവും അല്ലേ? അങ്ങനെ കഴുത്തുനിന്ന് ഒരു മാലയാടിണ്ടാവും, ഒരു വലിയതുണ്ടാവും. നമ്മളെ മുസ്ലിം പെണ്ണുങ്ങളെ പലരുടെയും പർദ്ദന്റെ ഉള്ളുന്നുണ്ടാവും ഒരു ചാനം ചാടിയിട്ട് പുറത്തൊക്കെ. ആരാ? നഫീസ. ഏതാ നഫീസ? അബ്ദുറഹ്മാന്റെ ഭാര്യ നഫീസ. ഓളെ കഴുത്തിലുണ്ടാവും വലിയ മഹറുമാലം ഒരു സാധനം. കണ്ടങ്ങള് ഇങ്ങനെ ആനക്ക് നെറ്റിപ്പട്ടം കിട്ടിയ മാതിരി ഒരു പേരാ നമ്മളവിടെ. എന്നിട്ട് പർദ്ദന്റെ ഉള്ളിന്ന് പുറത്തേക്കാടാ. എവിടുന്ന്? ഉമ്മത്ത് മുസ്ലിമയിലെ പെണ്ണിന്റെ പർദ്ദന്റെ ഉള്ളിന്ന് പുറത്തേക്ക് ഒരു മാല ആടിയപ്പോ നോക്കുമ്പോ എന്താ? പുതിയാപ്പളുടെ പേര് നഫീസാന്റെ പുതിയാപ്പള അബ്ദുറഹ്മാൻ, സലീനാന്റെ പുതിയാപ്പള ശുക്കൂർ. ഓന്റെ പേര് നമ്മളല്ലേ കുറ്റിക്കാട്ടൂർ ശിവശങ്കരപ്പിള്ള ആനക്ക് പേരിട്ട മാതിരി നമ്മളെ ആൾക്കാർ. ഒരു ഉളുപ്പില്ലാത്ത ജന്മങ്ങൾ. ഈ പദത്തിന് മലയാളത്തിൽ ഇങ്ങനെ ഈ പദത്തിന് മലയാളത്തിൽ വല്ലാത്തൊരു അർത്ഥമുണ്ട്. ഞാൻ ആദ്യം ഈ പദം ഉളുപ്പ് എന്നൊക്കെ കാസിമ പറഞ്ഞപ്പോഴാ. ക്ലിപ്പിടുണ്ട്, പക്ഷെ അത് ഇപ്പൊ ഇട്ടിട്ട് കാര്യമല്ലോ. അന്നാണ് എനിക്ക് ഈ പദത്തിന് ഇത്ര ശക്തി ഉണ്ടെന്ന് മനസ്സിലായത്. എന്തൊക്കെ പറഞ്ഞാലും ജീവിതത്തിൽ സ്വഹാബത്തിനെ സ്വീകരിക്കാൻ താല്പര്യമില്ലാത്ത ഒരുപാട് സ്ത്രീകൾ ഉമ്മത്ത് മുസ്ലിമിൽ. പുറത്തേക്ക് ഇറങ്ങിയാൽ, ബസ്സിലെത്തിയാൽ, ബസ് സ്റ്റോപ്പ് കയറി കണ്ണിമ്പാതെ ഒരു പുരുഷൻ നടക്കാൻ പറ്റാത്ത കോല. നിങ്ങൾ ആലോചിച്ചു, ഇത് എന്തിനാ ഇത്ര ശക്തമായി പറയണം? നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണോ? ഇത്രക്ക് ഞങ്ങളെ ഇറച്ചി തിന്നണോ? നിങ്ങൾ ഇറച്ചി പുറത്ത് കാണിച്ചു കൊടുത്തില്ലേ നിങ്ങള് സഹോദരിമാരെ? നിങ്ങളെ പുതിയാപ്പിള താടി വെച്ചില്ലേ? താടി വെച്ചു. എന്നിട്ട് എന്തേ പെണ്ണെ എനിക്ക് നേരാമണ് ഇസ്ലാമിന്റെ വേഷം ധരിക്കാൻ കഴിയാത്ത? ഒക്കെ താല്പര്യമില്ല. ചിലര് പറയും മറിഞ്ഞാ പോരെ, ഷാളോണ്ട് ചുറ്റിയാലും മറിയില്ലേ, സാരി എടുത്താലും മറിയില്ലേ, ചുരിദാർ ഇട്ടാലും മറിയില്ലേ. മറിഞ്ഞാ പോരാ, മറിച്ചാ പോരാ. ഇസ്ലാമിന്റെ ജലാബീബ് ഉണ്ടാകണം, ജിൽബാബ് ഉണ്ടാകണം. ഈ വിഷയത്തില് ഭയങ്കര തീവ്രമായ അഭിപ്രായം പറഞ്ഞവരുണ്ട് സലഫി ലോകത്ത്. തീവ്രമായ അഭിപ്രായത്തേക്ക് പോകണ്ട, മിതമായ അഭിപ്രായത്തൊക്കെ തന്നെ എന്താ? മിനിമം മുഖവും മുൻകൈ ഒഴിച്ച് ബാക്കിയൊക്കെ മറക്കണം, കാല് വരെ. ഏതാ മറക്കേണ്ടത്? ഇന്നത്തെ ഇറുകി പിടിച്ച ചുരിദാറും പർദ്ദയാ? അങ്ങനെ ഞെളി പിടിച്ച മഫ്തയാ ആണോ? കറുത്ത മഫ്തക്ക് ചോന്ന ഷാള അങ്ങനെയാണോ? അല്ലല്ലോ. മുസ്ലിം പെണ്ണ് പുറത്തിറങ്ങുമ്പോ, വീട് വിട്ട് പുറത്തിറങ്ങുമ്പോ നിറങ്ങളിൽ കറുപ്പ് നിറമല്ലാതെ ധരിക്കരുത്. ഇമാം ദഹബി അതിന്റെ കബായിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതൊന്നും എന്റെ വകയല്ലേ, എന്റെ വകയല്ല. ഇത്ര തീവ്രമായിട്ട് പറയണോ? ഒരിക്കൽ ഖുത്ബ കഴിഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു, ഇങ്ങനെ തീവ്രമായിട്ടൊന്നും പറയണ്ട. എന്തെങ്കിലും അങ്ങനെ പറയണത്? നമ്മൾ ഇന്ത്യ രാജ്യത്തിന്റെ പരിമിതിയും പരിധിയൊക്കെ നിശ്ചയിച്ചൊരു വസ്ത്രമല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. എന്താ മോനോട് പറയാ? നമ്മളിവിടെ ചർച്ച ചെയ്യണ പൂർവികര പാത. ചർച്ചയാണോ? എന്നായിക്കോട്ടെ, ചർച്ചയാണല്ലോ. ജീവിതത്തിൽ പകർത്തണമൊന്നുമില്ലല്ലോ. ഇത് പകർത്താനായി പറയണത്. എന്ത്? മുസ്ലിം പെണ്ണിന്റെ വേഷേത, മുസ്ലിം പെണ്ണിന്റെ വേഷേത ആണുങ്ങളുടെ വേഷമല്ല. അങ്ങനെയുണ്ട് കുറെ. ആണിനോട് സദൃശ്യമാകുന്ന പെണ്ണുങ്ങൾ, പെണ്ണിനോട് സദൃശ്യമാകുന്ന ആണുങ്ങൾ. അതും ഇതിന്റെ അടിയിൽ പറയണ്ട. അതും സഹാബികളെ മാർഗല്ലേ. ഒരിക്കൽ ചങ്ങായിന്റെ കമ്മല്, ഇവിടെ ഒരു കമ്മല്, ഒരു ചങ്ങായിന്റെ ഒരു കോന്തം, ഇവിടെ ഒരു കമ്മല്, ഒരുത്തന്റെ ഒരു കൈമല്, കാലുമൽ ഒരു പാദസരം. ആണുങ്ങളാണ്, മുസ്ലിം മതത്തിലാണ്, സ്റ്റൈലാണ് അത്ര. ചിലവരുടെ പിന്നെ സൗസർ വരെ പുറത്തേക്കാരാണ്. അതിപ്പോ ഒരു ഫാഷനാണ്. അടിയിലുള്ളതൊക്കെ പുറത്ത് കാണാം. നമ്മളെ ഉള്ളിക്കാക്കി മേലെ പുറത്തിടണം. എന്തിനാ? അത് കാണാക്കാനാ. ഇത് അതുവരെ പുറത്ത്. അതാ ഫാഷൻ, പുതിയ മോഡലാണ്. സ്വഹാബികൾക്ക് പരിചയമില്ലാത്ത, നമ്മുടെ നാട്ടിലെ ശൈത്താമാര് മാത്രം പരിചയമുള്ള സാധനം. പെണ്ണുങ്ങൾ ഒട്ടും മോശമല്ല. ഇങ്ങോട്ട് വിരലും കൂടി ഇങ്ങനെ കേറി ഇങ്ങോട്ട് വന്ന് ഒട്ടിപ്പിടിച്ച് മുട്ടിന്റെ ആ വടി വരെ കണ്ട് തുടങ്ങനെ വന്ന് ഇവിടെ മേലേക്ക് കയറി പോണ ഇറുകി പിടിച്ചൊരു സാധനം അല്ലേ? നമ്മളെത്ര സഹോദരിമാരത്തിന്റെ ആ വേഷം. എന്നിട്ട് പിന്നെ മൂളിന്നൊരു ടോപ്പ്, ലോങ് ടൈപ്പ് ചുരിദാറാന്ന് പറഞ്ഞൊരു ചുരിദാർ. കാണേണ്ടതൊക്കെ പുറത്ത് കാണുന്നുണ്ട്. ഈ വേഷം മുസ്ലിം പെണ്ണിന് ബാക്കി ആരും ധരിച്ചോളി, മുസ്ലിം പെണ്ണിന് അള്ളാഹ് വെച്ചിട്ടില്ല.
അപ്പൊ ഈ കീറിയ ചുരിദാർ ഇട്ടൂടെ? ഇറാനി, ഇറാഖി ഒക്കെ രാഷ്ട്രത്തിന്റെ പേരില. ഇനിയിപ്പോ ഏതൊക്കെ രാഷ്ട്രം വരുന്നറിയോ? ഡെൻമാർക്ക്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഓരോ പേരിലും ഓരോ ഇതാണ്. പട്ടിയാല, എന്തൊക്കെ പേരില ഓരോന്നിറങ്ങണത്. ഈ പേരിലൊക്കെ ഓരോ ഡ്രസ്സ്, അതൊക്കെ കിടന്ന കുറെ കോലങ്ങൾ. മനുഷ്യപ്പറ്റില്ലാത്ത, അല്ല അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലാത്ത, സ്വഹാബത്ത് കണ്ടിട്ടില്ലാത്ത, സ്വഹാബ വനിതകൾക്കറിയാത്ത അനിസ്ലാമിക വേഷങ്ങൾ. അതേ പറഞ്ഞു ഇവിടുത്തെ നിഫാഖ് നമ്മൾ തിരിച്ചറിയണം. എത്രയെന്നറിയോ? എത്ര മുസ്ലിങ്ങളെ പെരയിലകത്ത് പൊരക്കകത്ത് ജീവിക്കുന്ന മുസ്ലിം പെൺകുട്ടികളെ പുറത്തിറങ്ങുമ്പോൾ വേഷം തനിച്ച അനിസ്ലാമിക. എന്റെ വ്യക്തിപരമായ അഭിപ്രായം കൂടി ഞാൻ പറയട്ടെ. ദീനിൽ വ്യക്തിപരമായ അഭിപ്രായം അല്ലാതാണ്. ജീൻസ് എന്ന് പറഞ്ഞ വസ്ത്രം തന്നെ സ്വഹീഹാവൂല്ലേ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട വിഷയം. ഞാൻ ആ വിഷയത്തിലൊരു പഠനം നടത്തി കൊടുക്കാം. ഇൻഷാല്ലാ റിസൾട്ട് വരുമ്പോ എനിക്ക് പറഞ്ഞിട്ട്. ഏത് ഇന്ന് നാട്ടിൽ കാണുന്നത് ആ മോളിൽ നിന്ന് ഇങ്ങനെ പണ്ട് തോട്ടിൽ നമ്മള് കുരുത്തി ഉണ്ടാക്കൂലെ മീൻ പിടിക്കാൻ വേണ്ടി, അതേമാതിരി അങ്ങനെ ഇറുകിനെ കയറി വരുന്നത്. ഇസ്ലാമിൽ പുരുഷൻ അനുവദിച്ച വേഷം വേണം, പെണ്ണിനനുവദിച്ച വേഷം വേണം. ആ ഒരു വേഷമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദൂതർ ഓതിപ്പോയി ദാലിക അദ്നാ അയ്യുറഫ്ന ഫലാ യുദീൻ. അവര് തിരിച്ചറിയപ്പെടാനും ശല്യം ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടിയാണ്. ഉമ്മത്ത് മുസ്ലിമയിലെ പെണ്ണാണ്. അതുകൊണ്ട് കഴുകക്കണ്ണുള്ള കാമഭ്രാന്തന്മാരെ, നിങ്ങൾ ആ പെണ്ണിന്റെ അരികിലേക്ക് ചെല്ലേണ്ടതില്ല. അവള് ബസ്സിൽ കയറിയാലും നിങ്ങൾ ചെല്ലേണ്ടതില്ല. അവള് തിരിച്ചറിയപ്പെടാൻ, അവളോ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ മുഴുവനും മൂടിപ്പൊതച്ചൊരു പെണ്ണിനോട് ആർക്ക് താല്പര്യം തോന്നാനാ? കറുത്ത വസ്ത്രം ധരിച്ചൊരു പെണ്ണിനോട് ആർക്ക് താല്പര്യം തോന്നാനാ? അവരവന്റെ ഉൾഭാഗങ്ങൾ സംരക്ഷിച്ച ഒരു പെണ്ണിനോട് ആർക്ക് താല്പര്യം തോന്നാനാ? അതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പോയത്. എന്തിനാണ് ഇസ്ലാമിലെ വേഷം? എന്തിനാണ് പെണ്ണിന് ഇസ്ലാമിലെ വേഷം? അവൾ ഈ ഉമ്മത്ത് മുസ്ലിമയുടെ ആളാണ്. ഒരു പ്രത്യേക ഐഡിയോളജിയിൽ ജീവിക്കുന്നവളാ, ഒരു പ്രത്യേക സംസ്കാരത്തോടു കൂടി ജീവിക്കുന്നവളാ, വൃത്തികെട്ട മനസ്സിന്റെ ഉടമയല്ല. അതുകൊണ്ട് സമൂഹമേ, നിങ്ങളത് തിരിച്ചറിയണേ. അതോടൊപ്പം തന്നെ അവൾക്കതൊരു ശല്യമായി മാറരുതേ. ശരീരത്തിന്റെ ഭാഗങ്ങളിൽ തൊട്ടുനോക്കുന്ന ആളുകളുണ്ട് ബസ്സിൽ. ചില ബസ്സിലൊക്കെ കയറി എന്താ ഒരിക്കൽ പൂരടിയാണ്. വരുന്നവരൊക്കെ ചവിട്ടി, ഒരുത്തൻ ചവിട്ടി. എന്തിനാ തല്ലണ വെച്ചു? എല്ലാരും തല്ലണപ്പോ ഞാനും തച്ചു. നിങ്ങൾ പല വിറ്റും കിട്ടണോ അങ്ങനത്തെ? അതിലൊന്നിതാ പല കോലത്തിലുള്ള ആൾക്കാർ പറയല അവരെടുത്തു. അപ്പൊ എന്താ സംഭവം എന്നറിയോ? ഒന്നുമില്ല. എന്റെ സ്റ്റുഡൻസിനെ ചിലർ പറയലുണ്ട്, കുട്ടികള് സാറ് പറഞ്ഞ സത്യമായിട്ട് ബസ് കയറിയുണ്ട് വരുതലും തോണ്ടലൊക്കെ. മുസ്ലിം കുട്ടികളല്ല, മുസ്ലിം കുട്ടികൾ, തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്ന മുസ്ലിം കുട്ടികൾ കുറെ ഇങ്ങനെ ചെരിഞ്ഞു നോക്കും. അവസാനം ലാടട്ട് ഒരു ചവിട്ടി കിട്ടുമ്പോ പിന്നെ പിന്നാക്കം പോകുന്നു. തിരിഞ്ഞു നോക്കുമ്പോ 60-70 വയസ്സായ പാപ്പാരാധന. ഞാൻ എന്റെ മുന്നിരിക്കണ വാപ്പാരെ പറ്റി അല്ലി പറഞ്ഞിട്ടോ, നിങ്ങൾ ആരും മുഖം മളാനാകണ്ട. അങ്ങനത്തെ ആൾക്കാരെ പറ്റി പറയാ. ആ കുട്ടികൾ പറയും, ഞാൻ പറഞ്ഞത് മക്കൾ പറയും, നിങ്ങൾ സാറെ പറഞ്ഞ സത്യം. ദേ അല്ല പറഞ്ഞു, ഇതാണ് അല്ല പറഞ്ഞു. നിങ്ങൾ തിരിച്ചറിയാനും ശല്യം ചെയ്യപ്പെടാതിരിക്കാനും. അതുകൊണ്ട് ഇസ്ലാമിന്റെ വേഷോ നമുക്കുണ്ടാകണം. അത് സ്വഹാബത്തിന്റെ മാർഗം, സ്വഹാബികൾ ശീലിച്ചൊരു വേഷം. ഇനിയോ അവരുടെ ജീവിതത്തിലെ ഓരോ രംഗവും എടുത്തൊന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ ചില സംഗതികളെ ഒരു പച്ചയായ പോസ്റ്റ്മോർട്ടത്തിന് തന്നെയാണ് ഈ സമയത്ത് വിനിയോഗിക്കണം. സമയമൊക്കെ കുറവാണ്. നോക്കിങ്ങള് അവരുടെ കുടുംബജീവിതം, സ്വഹാബത്തിന്റെ കുടുംബജീവിതം ഒരിക്കലും നമ്മളെ കുടുംബജീവിതം പോലെ അല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കെന്തറിയോ? എന്റെ ഭാര്യ എനിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നത് പോലെ ഞാൻ എന്റെ ഭാര്യക്ക് വേണ്ടിയും അണിഞ്ഞൊരുങ്ങാറുണ്ടെന്ന് റളിയല്ലാഹു അൻഹു. എന്റെ ഭാര്യ എനിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നത് പോലെ ഞാൻ ഓക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാറുണ്ട്. പരസ്പരം സംതൃപ്തിപ്പെടുന്ന ഒരു കുടുംബജീവിതം. ഇസ്ലാമില് സ്വഹാബികൾ ആരും തന്നെ അങ്ങനെ നമ്മൾ ചെയ്യണമായിരുത്തെ ഭാര്യമാരോട് മോശമായി പെരുമാറുന്ന അവസ്ഥ നോക്കില്ല. ഓലാരും തന്നെ, സ്വഹാബികൾ ആരും തന്നെ പെണ്ണുങ്ങളെ, കെട്ടിയ പെണ്ണുങ്ങളെ കൈവീശി തല്ലുന്നില്ല. 5 നേരം നിസ്കരിക്കും, പറ്റണേ 3 നേരം പെണ്ണുങ്ങളെ തല്ലും ചെയ്യും. അങ്ങനത്തെ കുറെ നട്ടലില്ലാത്ത പുരുഷന്മാരുണ്ടെന്ന് ഉമ്മത്ത് മുസ്ലിമയില്. ആയത്തില്ലേ? ആയത്തുണ്ട്. നമ്മൾ സലഫിയാണ്, നമ്മൾ ആയത്തോതും. മുജാഹിദാണ്, ആയത്തോതും. സലഫി എന്ന് പറയാൻ പറ്റില്ല, മുജാഹിദ് എന്ന് പറഞ്ഞാൽ മതി. എന്താ ആയത്ത്? അർരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന് ഖുർആനില്ലേ? ഉണ്ട്. എന്താ? പുരുഷന്മാരുടെ മേൽ സ്ത്രീകളുടെ മേൽ പുരുഷന്മാർക്ക് കൈകാര്യം നടത്തുന്നത്. തല്ലാനുള്ള അധികാരം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ആൾക്കാർ കൈകാര്യം നടത്തുന്ന നല്ലോണം പൊട്ടിക്കാന്നാ. ഞാൻ ഇടയ്ക്ക് പറയലുണ്ട് തമാശക്ക്, ഇപ്പൊ തല്ലാതെ നിൽക്കണ്ട, തിരിച്ചെല്ലണ കാലയിക്കണം. അവിടെ തോണ്ടുമ്പോഴും നോക്കുമ്പോഴൊക്കെ ഒന്ന് തറപ്പിച്ച് നോക്കണല്ലോ. ചിലപ്പോ ബേജാറായി പോ. നമ്മളിപ്പോ അങ്ങനത്തെ ഒരു കാലയിക്കണപ്പോ
തല്ലി തിരിച്ചു തല്ലി എന്നിട്ട് ഡൈവേഴ്സായ കഥയൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ അയാളെ നല്ലോണം പൊട്ടിച്ചിട്ടാ വിട്ടെന്ന് അവള് പറഞ്ഞു. നല്ലോണം കൊടുത്തിട്ട് വിട്ട്. ഇതൊന്നും ഇസ്ലാമികല്ല, അതൊന്നും സ്വഹാബത്തിന്റെ രീതിയല്ല. നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാറ്റിലും മനഹജ് സലഫ് പറയലുണ്ട്, ഇവിടെ അത് വേണോ? കുടുംബജീവിതത്തിൽ ദമ്പതികൾ പരസ്പരം മക്കളോടുള്ള വിഷയത്തിൽ നിങ്ങൾ ആലോചിച്ചോക്കി. നമ്മളെ മക്കളെ നമ്മൾ സ്നേഹിക്കണ ഏത് വിഷയത്തിലാണ്? സ്വഹാബികൾ സ്നേഹിക്കണ പോലെ ആണോ? സ്വഹാബികൾ മക്കളെ സ്നേഹിച്ചു. ഇപ്പോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചില സ്വഹാബികളൊക്കെ ചെറുപ്പത്തിലെ മക്കളെ കൊണ്ട് നോമ്പെടുപ്പിക്കുന്ന, നമ്മളോ ആ ഉമ്മാന്റെ കുട്ടി നോക്കണ്ട ഇടങ്ങാറാവുള്ളൂ. നമ്മളങ്ങനെ സ്വഹാബികൾ നേരെ തിരിച്ചാ, ഓനൊന്നും ആയിട്ടില്ല, വല്യമ്മ ആയെന്ന് തന്നെ പറയും. കാരണം വല്യമ്മാന്റെ ജീവിതത്തിൽ ശീലം ഉണ്ടാവില്ല. പിന്നെ മൂപ്പരും പറയും ആയിട്ടില്ല, പ്രായമൊന്നും ആയിട്ടില്ല, ആയിട്ടൊക്കെ നോറ്റാതി. അങ്ങനെ സ്വഹാബികൾ അങ്ങനെയല്ല. നോക്കി നിങ്ങൾ പള്ളിയിൽ പോണ വിഷയത്തില് നമ്മൾ മാത്രം എണീറ്റ് സുബീക്ക് പള്ളിയിൽ പോലല്ല, അവനെ മക്കളെയും പള്ളിയിൽ കൊണ്ടുവന്ന സംസ്കാരം ഓൽക്കുണ്ടായിരുന്നു, ഞമ്മക്കില്ല. ഞാൻ അതൊക്കെ കുറച്ച് ഇങ്ങനെ തന്നെ പറയട്ടെ. ഇവിടുന്ന് വയൽ പറഞ്ഞാൽ ഞങ്ങളെ ലയിച്ചുള്ളൂ. ഇവിടുത്തെ വയൽ പറഞ്ഞാൽ ശരിയാവില്ല. എങ്ങനെ നമ്മൾ പള്ളിക്കൊക്കെ പോയതുപോലെ നമ്മുടെ മക്കളെയും കൈ പിടിച്ച് നമ്മൾ പള്ളിക്കൊക്കെ കൊണ്ടു. 10 വയസ്സേക്കണോ എന്നാ വലിച്ചനെ കൊണ്ടുപോകണം പള്ളിക്കൊക്കെ. ഓനെ പരീക്ഷല്ലേ തലേന്നല്ലേ, എങ്ങനെ അതൊന്നും ഉറങ്ങിക്കോട്ടെ. നിങ്ങൾ എന്ത് ക്രൂരത! ഈ ഇസ്ലാമിയത്ത് ഇങ്ങനെ കയറിയാൽ എങ്ങനെ? അങ്ങനെയൊക്കെ ചോദിക്കണമായിരിക്കും. കാരണം ഓളെ തലയിൽ തീരല്ല, ഓളനുസരിച്ച് പറഞ്ഞനുസരിച്ചാണല്ലോ ഓന്റെ തലയിലുണ്ടാവുക. ഇത് സ്വഹാബികളുടെ മാർഗമല്ല എന്ന് പറയാം. ഇതൊന്നും സ്വഹാബത്തിന്റെ ശൈലിയല്ല. നേരെ മറിച്ച് അവരെത്ര കണിശത സംസ്കാരത്തിന്റെ വിഷയത്തിൽ കാണിച്ചോ അതേ കണിശത ജമാഅത്ത് നിസ്കരിക്കുന്ന വിഷയത്തിൽ, മക്കളെ വിഷയത്തിൽ അവർ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ആ മേഖലയിലൊക്കെ അതുകൊണ്ട് അള്ളാന്റെ ആയത്തിറക്കിയത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലികും നാറാ. ഇത് ഓതിയ സ്വഹാബത്തിന്റെ ജീവിതം എന്താ? ഈ ആയത്തോതിയ സ്വഹാബത്തിന്റെ ജീവിതം എന്താ? ഈ ആയത്തങ്ങ് ഓതിയിട്ട് ഒരുപാട് തഫ്സീറിന്റെ ഈ ആയത്തിന്റെ തഫ്സീർ പറയാ. 4ാമത്തെ ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്താണെന്നറിയ ആയത്തിന്റെ തഫ്സീർ എന്താ? അല്ലിമൂഹും വഅദ്ദിബൂഹും, അല്ലിമൂഹും വഅദ്ദിബൂഹും. നിങ്ങൾ അവരെ ഇൽമ പഠിപ്പിക്കണേ, ഖുർആൻ അവരെ പഠിപ്പിക്കണേ, ഹദീസ് അവരെ പഠിപ്പിക്കണേ, ഇസ്ലാമിക സാഹിത്യങ്ങൾ അവരെ പഠിപ്പിക്കണേ, ഫിഖ് അവരെ പഠിപ്പിക്കണേ. വഅദ്ദിബൂഹും, ഇസ്ലാമിന്റെ മര്യാദകളും നിങ്ങളുടെ കുടുംബത്തെ പഠിപ്പിക്കണേ. കുടുംബത്തിന്റെ വിഷയത്തിൽ സ്വഹാബത്തിന്റെ കാഴ്ചപ്പാടതാ. അവരവരുടെ കുടുംബങ്ങളെ ദീന് പഠിപ്പിക്കും, അവരവരുടെ കുടുംബത്തിന് വിജ്ഞാനങ്ങൾ പഠിപ്പിക്കും. ഏതേത് വിജ്ഞാനങ്ങളാണെന്നറിയോ? കെമിസ്ട്രിയോ, ഫിസിക്സോ, സുവോളജിയോ, ബയോളജിയോ, പ്രൊഫഷണൽ കോഴ്സുകളോ, എഞ്ചിനീയറിംഗ് കോഴ്സുകളോ, മെഡിസിൻ കോഴ്സുകളോ, ഏതെങ്കിലും അർത്ഥത്തിൽ ദുനിയാവിലങ്ങ് അവസാനിച്ചു പോണ കോഴ്സല്ല. വിശുദ്ധ ഖുർആൻ അവരവരെ മക്കളെ പഠിപ്പിക്കും, ഹദീസും അവരവരെ മക്കളെ പഠിപ്പിക്കും. നമ്മളെ മക്കളെ പഠിപ്പിക്കുന്ന 5ാം ക്ലാസ് വരെയുള്ള മദ്രസയാ. ഇനി വേണമെങ്കിലും ഒരു CRA. ഇനി അവിടെ നിന്നും വിട്ട് കുറെ കാലം കഴിഞ്ഞ് അങ്ങനെ പട്ടം, നൂല് പൊട്ടിയ പട്ടം പോലെ അങ്ങനെ കറന്നു പോയിട്ട് അവസാനം ഏതോ ഒരു തെങ്ങിന്റെ മണ്ടയിലങ്ങ് കുടുങ്ങിയപ്പോ നമ്മൾ തുടങ്ങി വെച്ചൊരു QHLS ഉണ്ട്. അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു രീതിയിൽ അങ്ങ് ഒതുക്കിപ്പോയി. ഈ രീതിക്കപ്പുറത്തേക്ക് ദർസിയായ രീതിയിൽ ഇൽമിന്റെ മജ്ലിസുകൾ ഒരുക്കിയിട്ട് കിതാബ് തൗഹീദ് വെച്ചിട്ട്, റസൂലുള്ളാഹിയുടെ സുന്നത്തിന്റെ വിശദാംശങ്ങൾ മുന്നിൽ വെച്ചിട്ട്, ഫിഖഹിന്റെ ഗ്രന്ഥങ്ങൾ മുന്നിൽ വെച്ചിട്ട് നമ്മളും നമ്മുടെ ഇണകളും നമ്മുടെ മക്കളും ഒന്ന് കുത്തിയിരുന്ന് പഠിക്കുന്ന സമ്പ്രദായമില്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാ, അല്ലിമൂഹും വഅദ്ദിബൂഹും. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും ഖുർആൻ പഠിപ്പിക്കണേ, ഹദീസ് പഠിപ്പിക്കണേ, അതിന്റെ വിശദാംശങ്ങൾ പഠിപ്പിക്കണേ. അതെങ്ങനെ സ്വഹാബത്ത് മനസ്സിലാക്കിയോ സംഗതി പഠിപ്പിക്കണേ. നമുക്കും നമ്മുടെ ഭാര്യമാർക്കും എത്ര ആയത്തുകൾ കാണാതെ അറിയാ, എത്ര ആയത്തുകളുടെ അർത്ഥം അറിയാ. നമ്മുടെ മക്കൾക്ക് എത്ര ആയത്തുകളുടെ അർത്ഥം അറിയാ. നമ്മുടെ മക്കളുടെ കൂട്ടത്തിൽ എത്ര തഹ്ഫീദുള്ളവരുണ്ട് നോക്കണേ നിങ്ങൾ. അല്ലാമ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ. നമ്മൾ ഹാഫിദ് എന്ന് പറയും. ഏത് വിഷയത്തിലാ അവർ ഹാഫിദ്? ഖുർആൻ പഠിച്ച വിഷയത്തിലാണോ? അല്ലല്ലോ, ഹദീസിന്റെ സനദും മത്നും വേർതിരിച്ച് പഠിച്ച വിഷയത്തിലല്ലേ. നമുക്കൊക്കെ എത്ര ഹദീസ് അറിയാ. നമ്മൾ സ്വഹാബത്തിലേക്ക് പോകണമെന്ന് പറയുന്നവരല്ലേ, റസൂലുള്ളാഹിയുടെ സുന്നത്ത് പിൻപറ്റണമെന്ന് പറയുന്നവരല്ലേ, വിശുദ്ധ ഖുർആൻ അങ്ങ് മുറുകെ പിടിക്കണമെന്ന് പറയുന്നവരല്ലേ.